നമസ്കാരം. ഫേസ്ബുക്കിൻ്റെ പ്രതാപം കുറഞ്ഞുവെന്ന് തോന്നിയെന്ന് സക്കർബർഗ്. ഫേസ്ബുക്കിൻ്റെ പ്രതാപം കുറഞ്ഞു വരുന്നുവെന്ന യാഥാർത്ഥ്യം ഏറെക്കാലമായി സക്കർബർഗിനെ അലട്ടുന്ന ഒരു പ്രശ്നവുമാണ്. 2022 സക്കർബർഗും ഫേസ്ബുക്ക് മേധാവി ടോം അലിസണും തമ്മിൽ നടത്തിയ ഇമെയിൽ ആശയവിനിമയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നുവെന്നാണ് ഫെഡറൽ ട്രേഡ് കമ്മീഷൻ ആരംഭിച്ച കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട തെളിവുകൾ വ്യക്തമാക്കുന്നതും. ഫേസ്ബുക്കിൻ്റെ പ്രസക്തി നഷ്ടമാകുന്നുവെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. കൗമാരക്കാർ ഇൻസ്റ്റഗ്രാമിലേക്ക് ചേക്കേറുന്നതും അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. ഫേസ്ബുക്കിൽ ഇപ്പോഴും സജീവമായി ഉപഭോക്താക്കൾ ഇടപെടുന്നുണ്ട് എങ്കിലും പ്ലാറ്റ്ഫോമിന് മുമ്പ് ഉണ്ടായിരുന്നത്ര സാമൂഹിക സാംസ്കാരിക പ്രസക്തി ഇന്നില്ല എന്നാണ് സക്കർബർഗ് ഉൾപ്പെടെയുള്ള മേധാവികളുടെ ആശങ്ക. ഇമെയിൽ സന്ദേശങ്ങളിൽ അത് വ്യക്തവുമാണ്. സാമൂഹിക പ്രസക്തി കുറയുന്നത് പ്ലാറ്റ്ഫോമിനെ മൊത്തത്തിൽ ബാധിക്കുമെന്ന് സക്കർബർഗ് ആശങ്ക പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഫ്രണ്ട്ഷിപ്പ് അഥവാ സൗഹൃദ വലയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഫേസ്ബുക്കിൻ്റെ നെറ്റ്വർക്ക് കാലഹരണപ്പെട്ടു എന്നാണ് പ്രധാനപ്പെട്ട നിരീക്ഷണം. ഉപഭോക്താക്കളുടെ സുഹൃത്ത് വലയങ്ങളുടെ ഗ്രാഫുകൾ പഴകിയിരിക്കുന്നു. സുഹൃത്തുക്കൾക്കിടയിൽ അവരെ കേൾക്കാനോ ബന്ധപ്പെടാനോ ഇഷ്ടപ്പെടുന്നവർ ഇല്ല എന്നും സക്കർബർഗ് ഇമെയിൽ സന്ദേശങ്ങളിലൊന്നിൽ പറയുന്നു. ഇൻസ്റ്റഗ്രാമോ എക്സോ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ക്രിയേറ്റർമാരെയും ഇൻഫ്ലുവൻസർമാരെയും ഫോളോ ചെയ്യുന്ന നിലയിലേക്ക് സ്വന്തം സോഷ്യൽ മീഡിയ ഉപയോഗ രീതി പോലും മാറിയെന്നും സക്കർബർഗ് തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്. സുഹൃത്തുക്കൾ മാത്രം കേന്ദ്രീകരിക്കുന്നത് കാരണം ഫേസ്ബുക്കിന് അടിത്തറ നഷ്ടമാകുന്നുണ്ട് എന്നും ആധുനിക രീതിയിൽ ഫോളോവർമാരെ അടിസ്ഥാനമാക്കിയുള്ള രീതി അവലംബിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഈ പ്രശ്നം നേരിടാൻ ഒരു വേള മുഴുവൻ ഫേസ്ബുക്ക് ഉപഭോക്താക്കളുടെയും ഫ്രണ്ട് ലിസ്റ്റിലുള്ള സുഹൃത്തുക്കളെയും എല്ലാം നീക്കം ചെയ്ത് അവരെ വീണ്ടും ആദ്യം മുതൽ ഫേസ്ബുക്ക് അനുഭവം ആരംഭിക്കാൻ പ്രേരിപ്പിക്കുക എന്ന ആശയം സക്കർബർഗ് ആലോചിച്ചിരുന്നുവെന്നും ഇമെയിൽ സന്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നു. എന്നാൽ അത് നടപ്പാക്കുന്ന കാര്യവുമല്ല. ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളെ ഏറ്റെടുത്ത മെറ്റയുടെ നടപടി വിപണിയിലെ മേധാവിത്വത്തിൻ്റെ ദുരുപയോഗമാണെന്ന് ആരോപിച്ചാണ് FTC കേസ് ആരംഭിച്ചത്. ഫേസ്ബുക്കിനെ ഭീഷണിയാകുമെന്ന് ഭയന്നാണ് ഈ പ്ലാറ്റ്ഫോമുകൾ ഏറ്റെടുത്തത് എന്നും പിടിച്ചെടുത്ത് നശിപ്പിക്കുക എന്ന തന്ത്രമാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്നും FTC ആരോപിക്കുന്നു. എന്നാൽ തനിക്ക് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നില്ല എന്നും താൻ ഏറ്റെടുത്തതിന് ശേഷമാണ് ഇൻസ്റ്റഗ്രാമും വാട്സപ്പും മെച്ചപ്പെട്ടത് എന്നുമാണ് സക്കർബർഗിൻ്റെ വാദം. വാട്സാപ്പിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ഉപഭോക്താക്കളുടെ എണ്ണം ഫേസ്ബുക്കിന് വെല്ലുവിളിയായതും ഏറ്റെടുക്കലിന് ശേഷമാണെന്നും മെറ്റ കോടതിയിൽ വാദിച്ചു.